നമസ്കാരം. ചൂരൽമല, മുണ്ടകൈ തുടങ്ങിയ സ്ഥലങ്ങൾ, വയനാടിലെ മേപ്പാടി പ്രദേശത്ത് അതീവ ഗുരുതരമായ ഉരുൾപൊട്ടലുണ്ടായി. ഞാനും ആ ഉരുൾപൊട്ടൽ കാണാൻ പോയിരുന്നു. അതീവ സങ്കടകരമായ ഉരുൾപൊട്ടലായിരുന്നു. തലേ ദിവസം രാത്രി ഉരുൾപൊട്ടലുണ്ടാകുന്നതിൻ്റെ തലേ ദിവസം രാത്രി 11, 12, 1 മണിക്കുമൊക്കെ കിടന്നുറങ്ങിയവരുടെ പുറത്തുകൂടിയാണ് അവരുടെ കെട്ടിടം ഇടിഞ്ഞങ്ങ് വീണ് അടിയിൽ അവരുടെ ബോഡിയായി കഴിഞ്ഞു. കുടുംബത്തിലെല്ലാവരും പോയി. നമ്മൾ നിൽക്കുന്നത് ആ ഇടിഞ്ഞു വീണ കെട്ടിടത്തിൻ്റെ മുകളിലാണ്. അപ്പോൾ അതിൻ്റെ അടിയിലോട്ട് ബോഡികളുണ്ട്. സകലതും അവിടെ വീട്ടിലുണ്ടായിരുന്ന TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ തുടങ്ങി സകലതും, കുട്ടികൾ പഠിക്കുന്ന പുസ്തകങ്ങൾ, പാസ്ബുക്ക്, ആധാർ കാർഡ് എല്ലാം ഭൂമിക്കടിയിൽ പോയിട്ട് മണ്ണ് മുകളിൽ ഓടും ചപ്പും ചവറും ഒക്കെ കിടക്കുകയാണ്. അതിൻ്റെ അടിയിൽ ഡെഡ് ബോഡിയുണ്ട്. അങ്ങനെ 100 കണക്കിന് ഡെഡ് ബോഡികളുണ്ടായിരുന്നു. വളരെ ഹൃദയഭേദകമായിട്ടുള്ള സങ്കടകരമായ കാഴ്ചയാണ് കണ്ടത്. 12 പേരിൽ 11 പേര് മരിച്ചു, ഒരാൾ ജീവിച്ചിരുന്നു. അങ്ങനെയൊക്കെയുള്ള വളരെ ദുരിതമാണ് നടന്നത്. ആ ദുരിതം നടന്നപ്പോൾ ലോകം മുഴുവൻ അവിടെ ഓടിയെത്തി. കേരളവും അവിടെ എത്തി. സാങ്കേതിക വിദഗ്ധരെത്തി, സാമൂഹ്യ പ്രവർത്തകരെത്തി, മോഹൻലാലിനെ പോലെയുള്ള നടന്മാരെത്തി, കർണാടകത്തിലെ മുഖ്യമന്ത്രി എത്തി, കേരള മുഖ്യമന്ത്രി എത്തി, കേരളത്തിലെ ഗവർണർ എത്തി, പ്രധാനമന്ത്രി എത്തി, കേന്ദ്രമന്ത്രിമാരെത്തി. വലിയൊരു സംഘം അവിടെ ചെന്നു. അത് കഴിഞ്ഞു. എല്ലാവരും ചുരമിറങ്ങി. അവസാനം അവിടെ ഒറ്റയ്ക്ക് വീട് കൊടുക്കണമോ ടൗൺഷിപ്പ് കൊടുക്കണമോ എന്നുള്ളൊരു ഒറ്റയ്ക്ക് വീട് കൊടുക്കാനാണ് തീരുമാനിച്ചത്. അപ്പോൾ ടൗൺഷിപ്പ് കൊടുക്കണം, അതാണ് നല്ലത് എന്നുള്ള ഒരു കൺസെപ്റ്റ് ആദ്യമായി കേരള സമൂഹത്തിൽ വയ്ക്കുന്നത് ഞാനാണ്. അത് ന്യൂസ് 18 ചാനലിലൂടെയാണ് അത് വയ്ക്കുകയും അതിനെ തുടർന്ന് അവിടെ കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ അത് മാത്രമല്ല, ആ ചാനലിൽ അത് അവതരിപ്പിച്ച അപർണ കുറുപ്പ്, അവരിപ്പോൾ ബിഗ് ന്യൂസിലാണ്. അവർ അത് പിറ്റേ ദിവസം തന്നെ MP രാജേഷ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. പിന്നെ അങ്ങനെ അത് വളരെ കൃത്യമായി മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അത് ടൗൺഷിപ്പായി വന്നു. പിന്നെ വേറെ 2 IAS പേരിലും അത് പറയുന്നുണ്ട്. ആയിക്കോട്ടെ, അതിപ്പം ഒരു കൺസെപ്റ്റ് പുറത്ത് വന്നാൽ ആർക്ക് വേണം പറഞ്ഞു കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരേ സമയം തന്നെ പലർക്കും ഒരേ കൺസെപ്റ്റ് പലർക്കും ചിന്തിക്കുകയും ചെയ്യാം. അതിനകത്തൊന്നും തെറ്റൊന്നുമില്ല. ഒരാശയം തന്നെ പലർക്കും ചിന്തിക്കാം, തെറ്റൊന്നുമില്ല. ഞാൻ പറഞ്ഞു വന്ന പോയിൻ്റ് അതല്ല. വയനാടിൽ ഇതുണ്ടാകുമ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 750 കോടി രൂപ വന്നു. അവിടെ 400 കുടുംബങ്ങൾക്കാണ് ഈ പ്രശ്നം. ഇപ്പം 178 കുടുംബങ്ങൾക്കാണ് വീട് കൊടുത്തിരിക്കുന്നത്. 400 കുടുംബങ്ങൾക്കാണ് 750 കോടി രൂപ. 400 കുടുംബങ്ങൾക്ക് മാറ്റി വീതിക്കുമ്പോൾ ഏകദേശം 1.5 കോടി 2 കോടിക്ക് അടുത്ത് പൈസ വരും. 2 കോടിയില്ല, 2 കോടിയാണെങ്കിൽ 800 ആവണം. ഇത് 750 ഉള്ളൂ. ഇനി വേറൊരു തമാശ ഞാൻ പറഞ്ഞുതരാം. ഈ 750 കോടിക്ക് പുറമേ ബംഗാൾ ഗവർണറായി ഇപ്പോൾ രാജിവെച്ച CV ആനന്ദബോസ് സാർ അന്ന് അവിടെ വന്നിരുന്നു. അദ്ദേഹം ഒരു സംഭാവന പറഞ്ഞിരുന്നു. മോഹൻലാൽ സംഭാവന പറഞ്ഞിരുന്നു. യൂസഫ് അലി സംഭാവന പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് വീട് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞു. മുസ്ലിം ലീഗ് വീട് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞു. കർണാടക മുഖ്യമന്ത്രി പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു. തമിഴ്നാട് മുഖ്യമന്ത്രി പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു. നാട്ടിലെ സന്നദ്ധ സംഘടനകളെല്ലാം പണം കൊടുക്കാമെന്ന് പറഞ്ഞു. യൂസഫ് അലി പണം കൊടുക്കാമെന്ന് പറഞ്ഞു. രവിപ്പിള്ള പണം കൊടുക്കാമെന്ന് പറഞ്ഞു. ഇവരെല്ലാം മുതലാളിമാരാണ്. ബോബി ചെമ്മണ്ണൂർ പണം കൊടുക്കാമെന്ന് പറഞ്ഞു. നാട്ടിലെ ചെറിയ സന്നദ്ധ സംഘടന മുതൽ പൊളിറ്റിക്കൽ പാർട്ടികൾ മുതൽ വലിയ മുതലാളിമാർ വരെ അദാനി പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു. വലിയ ഓഫറാണ് അവിടെ വന്നത്. ഒരു 10,000 കോടി രൂപയുടെ ഓഫറെങ്കിലും വന്നിട്ടുണ്ട്. ആ 10,000 കോടി രൂപയുടെ ഓഫർ വന്നത് എവിടെ? അത് വാങ്ങിയെടുക്കാൻ എന്തെങ്കിലും ശ്രമം ജില്ലാ ഭരണകൂടവും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയും കേരള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി, ദുരന്ത നിവാരണ അതോറിറ്റിയും അല്ലെങ്കിൽ കേരള സർക്കാരിൻ്റെ റവന്യൂ വകുപ്പും എന്തെങ്കിലും ചെയ്തോ? ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് വളരെ ഉത്തരവാദിത്തപ്പെട്ട VVIPs പലരും ഇതിന് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവരെ ഒരു ഫോൺ കാൾ പോലും തിരിച്ച് ചെയ്തില്ല. നിങ്ങൾക്ക് പൈസ വേണ്ടേ എന്ന് ചോദിച്ചുകൊണ്ട് കർണാടക മന്ത്രി ഇങ്ങോട്ട് മുഖ്യമന്ത്രി കേരളത്തിന് കത്തെഴുതി, എന്നിട്ടും മൈൻഡ് ചെയ്തില്ല. ഈ 750 കോടി രൂപയിൽ വീട് 20 ലക്ഷം രൂപയാണ് ഒരു വീടിന്. എല്ലാം കൂടി 170 വീടാണ് വെച്ചിരിക്കുന്നത്. 178 വീടാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ പണം കൂട്ടിയെടുത്തോളൂ. പിന്നെ റോഡ്, കുറേ അക്സസറീസ് എല്ലാം കൂടെ ഒരു 10-250 കോടി രൂപ ചിലവായെന്ന് വെച്ചോളൂ. വയനാടിന് വേണ്ടി മാത്രം പിരിച്ച 750 കോടി രൂപയിൽ ബാക്കി രൂപ എന്ത് ചെയ്യുന്നു അറിയാൻ താല്പര്യമുണ്ട് കേരള സമൂഹത്തിന്.
ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, ബാക്കിയുള്ള ആളുകൾ കൊടുക്കാമെന്ന് പറഞ്ഞ തുക കിട്ടിയോ, വാങ്ങിയെടുത്തോ, അതോ അതും വാഗ്ദാനമായി നിൽക്കുകയാണോ, അവരെ കോണ്ടാക്റ്റ് ചെയ്തോ, അവരുമായി എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ നടത്തിയോ, കമ്മ്യൂണിക്കേഷന് മറുപടി കിട്ടിയോ, ഇത് കേരള സമൂഹത്തോട് പറയണം. എല്ലാവരും ഇപ്പോൾ കൊള്ളാം, തള്ളിമറിക്കുന്നു, ടൗൺഷിപ്പായി, ഇതാണ് കേരളം, ഇതാണ് അതിജീവനം എന്നൊക്കെ പറഞ്ഞ് തള്ളിമറിക്കുമ്പോൾ കോടാനുകോടി രൂപയാണ് ഇപ്പുറത്ത് അടിച്ചു മാറ്റാൻ ഇരിക്കുന്നത്. അതറിയാൻ മലയാളിക്ക് താല്പര്യമുണ്ട്. വയനാട് പാക്കേജിലെ ബാക്കി തുക എവിടെ? 750 കോടിയിൽ 178 ആളുകൾക്ക്, വീട്ടുകാർക്ക് വീട് വെച്ച് കൊടുത്തതും അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കിയ തുക ഒഴിച്ച് 200 കോടി രൂപ ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ അതൊഴിച്ച് ബാക്കി തുക എവിടെ? അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലോട്ട് അവിടെ കിടക്കും. പക്ഷെ അത് എന്തിനുപയോഗിക്കുന്നു? അതിന് നാളെ ഏതെങ്കിലും MLA-യുടെ മുൻ MLA-യുടെയൊക്കെ ചികിത്സയ്ക്ക് കൊടുക്കുമോ? പണ്ടിങ്ങനെ ഒരു അനുഭവം ഉണ്ട് ഇവിടെ. അതിനാണ് അഖിൽമാരാറൊക്കെ വലിയ തർക്കവും വഴക്കവും ഒക്കെ ഉണ്ടാക്കിയത് ബിഗ് ബോസിലെ. ഇപ്പോൾ 2020 പോയിട്ടുള്ള അഖിൽമാരാറൊക്കെ വലിയ ബഹളം ഉണ്ടാക്കിയത് ഒരു മുൻ MLA, പേര് ഞാൻ പറയുന്നില്ല, അദ്ദേഹത്തിന് ചികിത്സാ സഹായം ഈ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുത്തു എന്ന് പറയും, ഇതുപോലത്തെ ഫണ്ടിൽ നിന്ന് കൊടുത്തു എന്ന് പറഞ്ഞതൊക്കെയാണ് വലിയ വിവാദമായത്. അപ്പോൾ ആ 750 കോടിയുടെ ചിലവ് എത്രയാണ്? അതിൻ്റെ എക്സ്പെൻഡിച്ചർ ബ്രേക്കപ്പ് എത്രയാണ്? അതിൻ്റെ ബഡ്ജറ്റ് എന്താണ്? പ്രപ്പോസൽ എന്താണ്? കേരള സമൂഹത്തിന് അറിയാൻ താല്പര്യമുണ്ട്. രണ്ടാമത്, ഈ വെളിയിൽ നിന്ന് ആളുകൾ കൊടുത്ത പണമുണ്ടല്ലോ, ഈ കൊടുക്കുന്ന പണമുണ്ടല്ലോ, കൊടുക്കാമെന്ന് പറഞ്ഞ പണമുണ്ടല്ലോ, കൊടുക്കാമെന്ന് പറഞ്ഞ വീടുകളുണ്ടല്ലോ, കൊടുക്കാമെന്ന് പറഞ്ഞ സ്ഥലങ്ങളുണ്ടല്ലോ, കൊടുക്കാമെന്ന് പറഞ്ഞ വസ്തുക്കളുണ്ടല്ലോ, അത് കിട്ടിയോ? കിട്ടിയില്ലെങ്കിൽ എവിടെയാണ് പെൻഡിങ്? അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തോ? അവർ തിരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്തോ? എവിടെയാണ് ഇതിൻ്റെ വിശദാംശം എന്നുള്ളത് ഇതിനോടൊപ്പം തന്നെ ഒരു വൈറ്റ് പേപ്പർ കൂടി ഗവൺമെൻറ് പ്രഖ്യാപിക്കണം. 178 വീട്ടുകാരെയും താമസിപ്പിച്ച് ടൗൺഷിപ്പിൻ്റെ ഉദ്ഘാടനം കഴിയുന്ന മുറയ്ക്ക് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ സമ്പൂർണ്ണമായി അവർ താമസിച്ച് കഴിയുമ്പോൾ ബാക്കി വീടുകൾ കൂടി 400 വീട്ടുകാർക്ക് ബാക്കി വീടുകൾ കൂടി കൊടുക്കുമ്പോൾ, ഇനി അടുത്ത ടൗൺഷിപ്പ് ഉണ്ടെങ്കിൽ അതും കൂടി കൊടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം കൂടി പുറത്ത് പറയേണ്ടതുണ്ട്. ആകെ കിട്ടിയ വരുമാനം ഇത്ര, അതിൽ ജനങ്ങൾ നൽകിയ സംഭാവന ഇത്ര, മുഖ്യമന്ത്രിയുടെ ചീഫ് മിനിസ്റ്റേഴ്സ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിലേക്ക് CMDRF-ലേക്ക് കിട്ടിയത് ഇത്ര, അതിൽ ഓരോരുത്തർ തന്നതിത്ര, ബാക്കി മറ്റ് സ്ഥാപനങ്ങളും ഏജൻസികളും പാർട്ടികളും സംഘടനകളും സെലിബ്രിറ്റികളും തരാമെന്ന് പറഞ്ഞ തുക ഇത്ര, അവർ തന്നതിത്ര, തരാത്തതിത്ര. ഇതറിയാൻ താല്പര്യമുണ്ട്. കാരണം ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അവിടെ ഓടിക്കൂടി ആളെ കൂട്ടി PR വർക്ക് ചെയ്യാൻ വേണ്ടി ചേട്ടന്മാരും മുതലാളിമാരും ഒക്കെ അങ്ങ് പ്രഖ്യാപിക്കും. ഞങ്ങൾ 5 കോടി 10 കോടി 100 വീട് 200 വീട് അങ്ങ് പ്രഖ്യാപിച്ച് മറിക്കും. പക്ഷെ പിന്നെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാനെന്നില്ല. പാലിൻ്റെ പരസ്യം വരും പോലെ ഒരു പൊടി പോലും അതിനകത്ത് കണ്ടുപിടിക്കാനില്ലാത്ത സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് സങ്കടകരമാണ്, കഷ്ടമാണ്, ഒരു കാരണവശാലും അനുവദനീയമല്ല. വയനാടിൻ്റെ ഫണ്ട് എവിടെ എന്നൊരു ചോദ്യം വളരെ കൃത്യമാണ്. അതറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ട്.